കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയെ വൈദ്യപരിശോധന നടത്തിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. പരിചയസമ്പത്തില്ലാത്ത ഗൈനക്കോളജിസ്റ്റാണ് പരിശോധിച്ചത് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പിയുടെ കണ്ടെത്തൽ. ഡോക്ടർ പ്രതിക്ക് അനുകൂലമായി നിലപാടെടുത്തെന്നും നടപടി വേണമെന്നും അതിജീവിത നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതിയെയാണ് ICUവിൽ വെച്ച് അറ്റൻഡറായ ശശീന്ദ്രൻ പീഡിപ്പിച്ചത്. പിന്നാലെ വൈദ്യപരിശോധന നടത്തിയ ഗൈനക്കോളജിസ്റ്റ് തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല. പ്രതിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്ന് പരാതിപ്പെട്ടു അതിജീവിത. മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർ ആദ്യം നടത്തിയ അന്വേഷണത്തിൽ അതിജീവിതയുടെ പരാതിയിൽ കഴമ്പില്ലെന്നായിരുന്നു കണ്ടെത്തൽ. തുടർന്ന് അതിജീവിത സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകി. യുവതിയുടെ പരാതി ശരിവെക്കുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിഭാഗം ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. വൈദ്യപരിശോധന നടത്തിയതിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വീഴ്ചയുണ്ടായി. മെഡിക്കോ ലീഗൽ കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഡോക്ടറെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയത്. വൈദ്യപരിശോധനയ്ക്കായി പോലീസ് നൽകിയ അപേക്ഷയിൽ കേസിന്റെ ഗൗരവം ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും കാര്യമായി എടുത്തില്ലെന്നും അന്വേഷണ റിപ്പോർട്ട്. നീതി എനിക്ക് ലഭിച്ചിട്ടില്ല. IG കണ്ടുപിടിച്ചതും ഇത് തന്നെയാണ്. IG കൊടുത്ത പരാതിയിൽ ഡോക്ടറെ പ്രീതിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെന്ന്, പക്ഷേ ഇതുവരെ അതിനൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എവിടെയും അതിജീവിതകൾക്കൊരു നീതി ലഭിക്കില്ലെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഗൈനക്കോളജിസ്റ്റിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അതിജീവിത നേരത്തെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിലും സമരം നടത്തിയിരുന്നു. 2021 മാർച്ച് 18-നാണ് യുവതിയെ ICUവിൽ പീഡിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.